കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാരിൽ ഒരാളാണ് കവിയായിട്ടുള്ള കെ സച്ചിദാനന്ദൻ. അപ്പോൾ ആ സച്ചിദാനന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം മനോരമയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി. അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പുതിയ കവിത സമാഹാരമായിട്ടുള്ള ഇടവഴികൾ എന്ന് പറയുന്ന ഏറ്റവും പുതിയ കവിത പുറത്തു വന്ന ദിവസമാണ്. അദ്ദേഹത്തെ വെച്ച് ഈ പറയുന്ന പോലെ അവരിൽ 3-4 എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളൊക്കെ തന്നെ വീട്ടിൽ ചെന്ന് കാണുന്നതും അദ്ദേഹം ചില അഭിപ്രായ പഠനങ്ങൾ വളരെ വിശദമായിട്ടുള്ളൊരു സംസാരം നടത്തുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരള സമൂഹത്തിലെ വലിയ വിവാദമായി മാറിയിരുന്നു. അത് തുടർച്ചയായ അധികാരം പാർട്ടിയെ നശിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ബംഗാൾ പാഠം മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അദ്ദേഹം വീണ്ടും മലക്കം പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ആദ്യമായിട്ടല്ല. എൻ്റെ ഓർമ്മയിൽ അത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിലും അദ്ദേഹം ഇതേപോലെ തന്നെ ഏതാണ്ട് 1.5 കൊല്ലം മുമ്പ് ഇതുപോലൊരു അഭിപ്രായ പ്രകടനം നടത്തുകയും പിന്നീട് ഞാനത് വെറും തമാശ പറഞ്ഞതാണ്, തമാശ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന വിവരക്കേടുകളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവരൊക്കെ നല്ല കഥാകൃത്തുക്കളോ കവിത എഴുതുന്ന ആളുകളോ ഒക്കെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇവരെല്ലാം പറയുന്നത് സത്യമായിരിക്കും, ഇവരുടെ നന്മയുടെ നിറകുടങ്ങളായിരിക്കും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇവർക്ക് ഓരോരുത്തർക്കും വലിയ തോതിലുള്ള വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ ഖാദറും KV അബ്ദുൾ ഖാദറും അതുപോലെ അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ടുള്ള അശോകൻ ചെരുവിൽ, ഇവർ രണ്ടുപേരും കറതയുന്ന CPM-കാരാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അദ്ദേഹത്തെ വീട്ടിൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും അഭിപ്രായം മാറ്റിയിരിക്കുന്നു. അഭിപ്രായം പറഞ്ഞത് അത് ഞാൻ പൊതുവായിട്ടുള്ളൊരു സംശയം പറഞ്ഞതാണ്, അല്ലാതെ കൃത്യമായിട്ട് ഇപ്പോഴുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് മാറി പുതിയ UDF ഗവൺമെൻറ് വരണം എന്ന അർത്ഥത്തിലല്ല എന്നാണ് നമ്മുടെ നിലപാടുകളിൽ ഇതുപോലെ വ്യത്യസ്തത പുലർത്തുന്ന സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം നിഷ്കളങ്കമാണ്, എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. കാരണം ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ VD സതീശൻ ഇദ്ദേഹത്തെ പിന്തുണക്കുകയും ഇടതുപക്ഷത്തോട് ഒപ്പം നിൽക്കുന്നവർക്ക് പോലും ഇത് മനസ്സിലാവുകയും ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ തന്നെ ഉടനെ തന്നെ സാറാ ജോസഫ് എഴുന്നേറ്റ് വന്ന് ഇതിനെ അനുകൂലിച്ചിരുന്നു. സാറാ ജോസഫ് നമുക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു ഒരു കാലത്ത്. അപ്പോൾ എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ എതിർത്തുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷേ ഒരു ബ്രോഡർ ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ ഇവരെല്ലാം തന്നെ ഇടതുപക്ഷമാണെന്ന് പറയുന്നവരാണ്. പക്ഷേ ഇവരൊരിക്കലും വളരെ അതിനിശ്ചിതമായി നരേന്ദ്രമോദിയോ മറ്റു ആളുകളെയോ ഒന്നും പലപ്പോഴും വിമർശിക്കാറില്ല എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം വീണ് കിട്ടുന്നതും ഇത് കേരളത്തിൽ വലിയ ചർച്ചയാവുന്നതും. ഇന്നിപ്പോൾ ഏതാണ്ട് അതെല്ലാം തന്നെ കെ സച്ചിദാനന്ദൻ മാഷ് കൃത്യമായിട്ട് മലക്കം മറിയുകയും അദ്ദേഹം പൊതുവായിട്ട് പറഞ്ഞതാണ് അധികാരത്തെക്കുറിച്ച്, അധികാരം ആരെയും ദുഷിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വാചകങ്ങൾ, ഈ പറയുന്ന പോലെ റാക് നസീറിൻ്റെയൊക്കെ വാചകങ്ങൾ അദ്ദേഹം ഒന്ന് പറഞ്ഞു പോയതാണ്. അല്ലാതെ ഇതിനകത്ത് വലിയ പുതുമയൊന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതായത് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പവർ ടെൻസ് ടു കറപ്റ്റ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് പറയുന്ന വാചകങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാചകം അദ്ദേഹം എന്താണ് പൊതുവായിട്ടുള്ള തത്വം എന്നുള്ളതൊക്കെ പറഞ്ഞു പോയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരി 2, 2022 മുതൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. കാരണം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം. അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അശോകൻ ചെരുവിൽ എന്ന് പറയുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് ഇദ്ദേഹം നിരവധി അഭിപ്രായ പ്രകടനങ്ങൾ ഗവൺമെൻറ്റിനെതിരെ തന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആശാ സമരത്തെ അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട്. അങ്ങനെ പല സമരങ്ങളിലും അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിശോധിക്കാം. ഈ 10 കൊല്ലമൊക്കെ ഒരു ഗവൺമെൻറ് തുടർച്ചയായി അധികാരത്തിലിരിക്കുന്നത് മോശമാണ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഏതാണ്ട് 80 വയസ്സിനോട് അടുക്കുകയാണ് ഇദ്ദേഹം. താൽക്കാലികമായി CPM-ന് ഒരു റിലീഫ് കിട്ടിയിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തെ കൂടി അപ്പുറത്തെ പക്ഷത്തേക്ക് വിടണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇദ്ദേഹം 1996 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു. ആ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി ഇദ്ദേഹത്തെ നിയമിക്കുന്നത് അന്ന് വാജ്പേയി ഗവൺമെൻറ്റുണ്ട് 96, അതുപോലെ ദേവഗൗഡ ഗവൺമെൻറ്റുണ്ട്. ഇതിൽ ദേവഗൗഡ ഗവൺമെൻറ്റാണ് ഇദ്ദേഹത്തെ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യാസ് നാഷണൽ അക്കാഡമി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന അതിൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു. അത് ഏറ്റവും മുതിർന്ന എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നിയമിക്കുന്നു. അങ്ങനെ നിയമിച്ചതിന് ശേഷം 97-ലും 98-ലും ഈ ഗവൺമെൻറ് മാറുന്നുണ്ട്. സാധാരണ ഗവൺമെൻറ് മാറുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ വേണമെങ്കിൽ രാജിവെക്കാറുണ്ട്. 5 കൊല്ലമാണ് ഇതിൻ്റെ പീരീഡ്. പക്ഷേ ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നില്ല. കാരണം ഇദ്ദേഹം IK ഗുജറാളിൻ്റെയൊക്കെ കാലത്ത്
കൃത്യമായിട്ട് അത് ഭരണം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് വീണ്ടും നിങ്ങൾ അറിയേണ്ടത് 98-2004 കാലഘട്ടത്തിൽ, അതായത് ഇദ്ദേഹം മാറേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് 5 കൊല്ലം പിന്നെയും നീട്ടി കൊടുത്തു. അതായത് 98-2004 കാലഘട്ടത്തിൽ AB വാജ്പേയിയുടെ കാലഘട്ടത്തിലും ഇദ്ദേഹം കൃത്യമായിട്ടിരുന്നു. അതിനുശേഷം 2004 ശേഷം മൻമോഹൻ സിംഗ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴും 2004 മുതൽ 2006 വരെ ഇരുന്നു. ഇദ്ദേഹത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് അവിടെ തന്നെ ഇരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ആദ്യം ദേവഗൗഡയുടെ ഗവൺമെൻറ്, പിന്നെ IK ഗുജറാളിൻ്റെ ഗവൺമെൻറ്, പിന്നെ AB വാജ്പേയിയുടെ ഗവൺമെൻറ്, അതിന് 98 മുതൽ 2004 വരെ AB വാജ്പേയിയുടെ ഗവൺമെൻറ്, അതിനുശേഷം നിങ്ങളറിയേണ്ടത് ഈ 2 കൊല്ലത്തോളം യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കാലത്തു കൂടി പുള്ളി ഇരുന്നിട്ടാണ് പുള്ളി അവിടെ നിന്ന് പോകുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ഗവൺമെൻറ്റുകളോടും സഹകരിക്കാൻ പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സാധാരണ ഒരു ഗവൺമെൻറ് ആരെങ്കിലും നിയമിച്ചാൽ ആ ഗവൺമെൻറ് പോകുമ്പോൾ അവർ രാജിക്കത്ത് കൊടുക്കാറുണ്ട്, അത് പിരിഞ്ഞു പോരാറുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഒരു വിമർശനങ്ങൾ നടത്താറുണ്ട്. വിമർശനങ്ങൾ നടത്താൻ സാധിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട്, തൻ്റെ നിലപാടുമായി യോജിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് പലപ്പോഴും പിരിഞ്ഞൊക്കെ പോരാറുണ്ട്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല എന്ന് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കണം. ഒന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്തും IK ഗുജറാളിൻ്റെ കാലത്തും ദേവഗൗഡയുടെ കാലത്തും, കൂടാതെ 5 കൊല്ലത്തെ ഈ പറഞ്ഞ വാജ്പേയിയുടെ ഭരണകാലത്തും അദ്ദേഹം വളരെ സുഖമായിട്ട് അവിടെ ഇരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. കൂടാതെ ഇദ്ദേഹത്തെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയേണ്ടത്, അത് ഞാൻ അവസാനം പറയാം. കൂടാതെ അടുത്തത് എന്ന് പറയുന്നത്, ഇദ്ദേഹം 2016 മുതൽ KLF എന്ന് പറയുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറാണ്. അതിൻ്റെ 8th എഡിഷനാണ്. അതിൽ നിരവധി എഡിഷനുകളായി അദ്ദേഹം ഡയറക്ടറായിട്ട് ഇരിക്കുകയാണ്. അത് പിന്നെ നമുക്ക് പരിഗണിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് DC രവിയാണ് അതിൻ്റെ ഫെസിലിറ്റേറ്ററൊക്കെ തന്നെ. അതായത് DC ബുക്സ് നിങ്ങൾക്കറിയാലോ, അതിലെ DC രവിയാണ് ഫെസിലിറ്റേറ്റർ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആര്? ഗവൺമെൻറ് ഓഫ് കേരളയും അതുപോലെ കേരള ടൂറിസവും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൾച്ചറും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഫിനാൻഷ്യലി പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതിലൊക്കെ 10 കൊല്ലത്തേക്ക് കണ്ടിന്യൂസ്ലി ഇരുന്നിട്ടും അദ്ദേഹത്തിന് ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നിലപാടിൽ എനിക്ക് വലിയ അതിശയം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഹ്യൂഗിറ്റ എന്ന് പറയുന്ന ഒരു കഥ നമ്മുടെ NS മാധവൻ എഴുതിയിട്ടുണ്ടല്ലോ. അതായത് പഴയ IAS കാരനും സാഹിത്യകാരനുമായിട്ടുള്ള NS മാധവൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ NS മാധവൻ അത് ഏതോ സിനിമ കിട്ടു എന്ന് പറഞ്ഞ് പുള്ളി വലിയ കലാപം ഉണ്ടാക്കിയിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് ABC ന്യൂസ് എന്ന് പറയുന്ന, ന്യൂസ് മലയാളം എന്ന് പറയുന്ന ആ ചാനലിൽ ഞാനൊരു ഡിബേറ്റിന് സാധാരണയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഈ NS മാധവൻ്റെ ഇത്തരത്തിലുള്ള ഒരു അവകാശവാദത്തിന് യാതൊരു വിധത്തിലുള്ള അർഹതയുമില്ലെന്നും, ഇത് ഇദ്ദേഹം തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന്, ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, ഇത് പേരെടുത്തതാണെന്നും ഒക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ തന്നെ ഈ NS മാധവനെ പിന്തുണച്ചുകൊണ്ട് ഹ്യൂഗിറ്റ അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം നിലവിൽ വന്നിട്ടുള്ളത്. കൂടാതെ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള സാംസ്കാരിക നായകന്മാരെന്ന് പറഞ്ഞാൽ മിക്കവാറും ആളുകൾ, ഞാനിപ്പോൾ ഇദ്ദേഹത്തെ മാത്രമായിട്ട് പറയുന്നില്ല, തരികിടകളുടെ ഉസ്താക്കളാണ്. കാരണം ഇവർക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാനായിട്ട് ഇവർ യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള നിലപാട് മാറ്റത്തിനും തയ്യാറുള്ളവരാണ്. വാളയാറിലെ പെൺകുട്ടികൾക്ക് ഒരു അപകടമുണ്ടായപ്പോഴോ കേരളത്തിൽ മറ്റ് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴോ ഇവരൊക്കെ പരിഗണിച്ചതോ അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും കവിത എഴുതിയതോ നമ്മൾ കണ്ടില്ല. പകരം ഇവിടെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ, അധ്യക്ഷനായിരിക്കുമ്പോൾ ഉടനെ തന്നെ ഹത്രാസിലെ പെൺകുട്ടി മരിച്ചുവെന്ന് ഹിന്ദു പത്രത്തിൽ നേരെ വായിക്കുകയും ഉടനെ തന്നെ രാവിലെ ഹിന്ദു പത്രം വായിക്കുകയും അപ്പം തന്നെ പേനയിൽ വഴിയുള്ളതുകൊണ്ട് ഇവരെടുത്തിട്ട് അപ്പം തന്നെ പേനയിൽ എന്ത് ചെയ്യുകയും ചെയ്യും, കവിത എഴുതുകയും ചെയ്യും. അതേസമയം ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അവർ കണ്ടില്ലെന്ന് നടിക്കും. കാരണം അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പം തൽക്കാലം നമുക്കറിയാം ഏതാണ്ട് ഇനി 1.5 മാസവും കൂടി ഈ ഗവൺമെൻറ് ഉള്ളൂ. അപ്പോൾ ഈ ഗവൺമെൻറ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനി UDF ഗവൺമെൻറ് വരുമോ എന്നുള്ളൊരു ആശങ്ക പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതിലത്ര ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇത് വീണ്ടും തീരുമാനം മാറ്റിയേക്കുന്നത്. വന്നിട്ടുണ്ടെങ്കിൽ 80 വയസ്സ് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ചിലപ്പോൾ തുടരാൻ മോഹമുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വലിയൊരു ദൈർഘ്യമേറിയ സംഭാഷണമാണ്. അതിലൂടെയൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയമില്ലെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാം എന്നാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇദ്ദേഹമോ അല്ലെങ്കിൽ വലിയ സാംസ്കാരിക നായരൊക്കെ നമ്മുടെ ജനതയൊക്കെ സ്വാധീനിക്കുന്ന കാലം കഴിഞ്ഞു. പക്ഷേ ഇത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകും, ഒരു നെഗറ്റീവ് ന്യൂസ് എങ്കിൽ നെഗറ്റീവ് ന്യൂസ് ആകും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് യഥാർത്ഥത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം, ഗോവിന്ദമാഷ്ടയൊക്കെ നിർദ്ദേശപ്രകാരമായിരിക്കും ജില്ലാ സെക്രട്ടറി, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KV അബ്ദുൽ ഖാദർ അദ്ദേഹത്തെ ചെന്ന് കണ്ടിരിക്കുന്നു. വീണ്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇത് ഞാൻ അങ്ങനെ LDF മാറി UDF വരണം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ട് ചർച്ച ചെയ്തിട്ടുള്ള ആളുകൾ വെറും വിഡ്ഢികളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പണ്ടും ഇദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ഇനി ഞാൻ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നില്ല. ഒരു ഇൻ്റർവ്യൂവിലിരുന്നാണ് പുള്ളി പറയുന്നത്, റെക്കോർഡഡ് ഇൻ്റർവ്യൂ ആയിരുന്നത്. ആ ഇൻ്റർവ്യൂവിലിരുന്ന് പറഞ്ഞ കാര്യം പോലും ഞാൻ തമാശ പറഞ്ഞതാണ്, ഫലിതം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുന്ന ഈ പറഞ്ഞ പോലെ അഭ്യാസ പ്രകടനങ്ങളും എന്നാണ് ട്രപ്പീസ് കളിയുമൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇവരുടെയൊക്കെ നിലപാടിന് ഒരു ഇറുക്കിൻ്റെ ബലം പോലും ഇല്ല എന്നുള്ളത്
വളരെ കൃത്യമായി നിങ്ങളോട് പറയുന്നു, താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി അവർ ഏത് തരത്തിലുള്ള നിലപാടുകളും എടുക്കും എന്നുള്ളതാണ് പ്രേക്ഷകരെ കൃത്യമായിട്ടുള്ള കാര്യം.